താരകളത്രയും തൂത്തെറിഞ്ഞിടുമ്പോൾ നീയേ ഭവാനി ഘനാഘനപാളികൾ മേലയ്ക്കുമേലെ നിവിടം പൊതിഞ്ഞതും നീയേ മൃഗാനി ഘനശ്യാമരൂപിണി താരകളത്രയും തൂത്തെറിഞ്ഞിടുമ്പോൾ നീയേ ഭവാനി ഘനാഘനപാളികൾ മേലയ്ക്കുമേലെ നിഭൃതം പൊതിഞ്ഞതും നീയേ മൃഗാനി ഘനശ്യാമരൂപിണി അമ്മേ മഹാകാളികേ നിന്റെ കേളിയോ അമ്മേ മഹാദുഃഖമൊക്കെ നിൻകൈയിലോ ചക്രവാളത്താൽ മഹാവൃക്ഷവൃന്ദങ്ങൾ വേരോടെ ചോടോടി വിത്തെടുത്താൻ ഞാൻ നുറഞ്ഞു കൊള്ളുന്ന നീയാൽ ഉഗ്രരൂപിണി മാരുതവേഗത്തിൽ നീ ഇടിവാളായി കാട്ടി ഉറക്കനെ ഗർജിച്ചതും മാരുതവേഗത്തിൽ നീ ഇടിവാളായി കാട്ടി ഉറക്കനെ ഗർജിച്ചതും നിന്റെ ഉഗ്രാട്ടഭാസ പരിത്രസ്തമാം ഭൂമി നിന്നു നിറച്ചതും കത്തിജ്വലിച്ചതും ഭീതിതേ നിൻ കണ്ണിടക്കാഗ്നികൾ നിന്റെ കയ്യിൽ മഹാമാരികൾ അഗ്നിരൂപിണി ആർത്തിരമ്പുന്നൊരക്കാറ്റിൽ ആർത്തിരമ്പുന്നൊരാക്കാറ്റിൽ കരാലയം വിട്ട 100,000 ഭ്രാന്തർ തന്നൊച്ചയോ കരാലയം വിട്ട ഭ്രാന്തർ തന്നൊച്ചയോ ഒന്നായി നീട്ടി നെറുകയിൽ ചാരമായി നീ ധരിക്കുന്നു മഹാകാലരൂപിണി ഉത്തുംഗമമ്പരം പൊത്തിപ്പിടിക്കുവാൻ ഉത്കടരോഷാകുലം തിരമാലയാൽ ഉച്ചണ്ടമാഞ്ഞടിച്ചിടുന്ന സാഗരം 100,000 നിഴൽക്കൂടുകൾ കെട്ടിയും കെട്ടിയ കൂടുകൾ തട്ടിയും പൊട്ടിച്ചു അമ്മ രസിക്കുന്നു കാളിക കാളിക അമ്മ രസിക്കുന്നു കാളിക ആർക്കാണ് ധൈര്യം ആർക്കാണ് ധൈര്യം ദുരന്ത ദുഃഖങ്ങളെ മാറോടു ചേർക്കുവാൻ അന്ത്യനിമേഷത്തെ ലാളിക്കുവാൻ മഹാസംഹാരമാടുവാൻ ആർക്കാണ് ധൈര്യം ജഗദംബയോടത്ത് ഉന്മത്ത നൃത്ത ചുവടുവച്ചിടുവാൻ ഉന്മത്ത നൃത്ത ചുവടുവച്ചിടുവാൻ ആനന്ദമൂർച്ഛയിൽ ഇല്ലാതെയാകുവാൻ ആനന്ദമൂർച്ഛയിൽ ഇല്ലാതെയാകുവാൻ ആ മഹാഭക്തൻ അരികിലെത്തുന്നവൾ ആ മഹാഭക്തൻ അരികിലെത്തുന്നവൾ അമ്മ നീ കാളിക അമ്മ നീ കാളിക സ്നേഹസ്വരൂപിണി
അമ്മ നീ കാളിക സ്നേഹസ്വരൂപിണി. വെല്ലുവിളിയെ ഞാൻ ഓർമ്മിച്ചു. പ്രകൃതി അപാരയാണ്, ഭീകരയാണ്, അമ്മയാണ്. സ്നേഹിച്ച ഒരു പ്രിയനെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ചു വശത്താക്കിയ നമ്മെ രക്ഷിക്കും. നമ്മൾ ഭോഗിക്കാനായി പ്രകൃതിയെ സ്വീകരിച്ച പ്രകൃതി നമ്മെ നശിപ്പിക്കും. എല്ലാ ഭരണകർത്താക്കൾക്കും ഇത് പാഠമാകണം എന്നാണ് പറയുന്നത്. ഭരണകർത്താക്കൾക്ക് പാഠമാണ്. അതുകൊണ്ടാണ് ഈ കവിതയുടെ പൊരുൾ വിവേകാനന്ദൻ പ്രകൃതിയെയും ജഗത്തിനെയും അമ്മയെയും ഒരുമിച്ച് കണ്ട ഏറ്റവും വലിയ ദേവതാഭക്തമാണ്. അതാണ് ആ പ്രകൃതി മഹാശക്തിയായ മറ്റൊന്നോട് ചേർന്നിരിക്കുന്നു എന്ന് കണ്ട വേറൊരു യോഗിയാണ് ശ്രീനാരായണൻ. നമുക്ക് നോക്കണം. എനിക്ക് മലയാളത്തിലെ ഏറ്റവും വാക്കറിഞ്ഞ യോഗിയായ കവി എന്ന് തോന്നിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ. പദം തെറ്റാതെ, മാത്ര തെറ്റാതെ, വർണ്ണം തെറ്റാതെ വാക്കുകൾ യോഗധാരയായി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പലർക്ക് എഴുതേണ്ട കാര്യമേ ഉണ്ടായിരുന്നു. അതാണ് ആ കവിയുടെ പ്രത്യേകത. അദ്ദേഹം യോഗീശ്വരനായതുകൊണ്ട് തന്നെയാണ് വലിയ കവി ആയത്. എല്ലാ കവിയും അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ മിക്ക കവികളും അങ്ങനെ തന്നെയാണ്. നാദവും വർണ്ണവും സ്പന്ദവും താളവും ബോധവും ഒരുമിച്ചുള്ള ഒരു മഹാസരസ്വതിയാണ് ഇവരുടെ ഉള്ളിൽ, യോഗികളുടെ ഉള്ളിൽ എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നാദത്തിൻ്റെ കേരളാവതാരമല്ല, ഭാരതാവതാരം തന്നെയായ യേശുദാസ് നോക്കുക. അദ്ദേഹം ഒരു വാക്കെടുക്കുമ്പോൾ ആ വാക്ക് തിളങ്ങും, ചിലപ്പോൾ ചൂടാവും, ചിലപ്പോൾ വാക്ക് പൂവിട്ടത് തോന്നും, ചിലപ്പോൾ മധുരിക്കും, ചിലപ്പോൾ കഴിക്കും. വാക്കിനെ തൊട്ട് അനുഭവിപ്പിക്കാൻ, നാദത്തിൻ്റെ ഊഷ്മാവ് കൊണ്ട് അനുഭവിപ്പിക്കാൻ ഇത്രയധികം അനുഗ്രഹം കിട്ടിയവർ കേരളത്തിൽ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ട്. അതാണ് യേശുദാസ്. ഇത് പറയുന്നത് ഏതാണ്ട് ഒരു 55 വർഷക്കാലം തുടരെയായി യേശുദാസിൻ്റെ നാദം പാനം ചെയ്തുകൊണ്ട് അകമേ അറിയാവുന്നതുകൊണ്ടാണ്. അതാണ് നാദത്തിൻ്റെ വിശുദ്ധി. അതുപോലെ ശ്രീനാരായണൻ ഗായകനായിരുന്നു എന്നെനിക്കറിയാം. വിവേകാനന്ദൻ ഗായകനായിരുന്നു, ശ്രീനാരായണൻ പാടുമായിരുന്നു എന്നെനിക്കറിഞ്ഞതാണ്. അതേസമയം ചട്ടമ്പി സ്വാമികൾ അപാര ഗായകനായിരുന്നു. പല വിധത്തിൽ പലവിധം വാദ്യങ്ങൾ വരെ വായിക്കുന്ന ആളായിരുന്നു എന്ന് ശ്രീനാരായണൻ പോലും പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ അത്രമേൽ സംഗീതജ്ഞമായിരുന്നു. പക്ഷേ ശ്രീനാരായണൻ്റെ കവിതകൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് വളർന്നു വരുന്നത് ഭാവസംഗീതമാണ്, ദാർശനിക സംഗീതമാണ്, പ്രപഞ്ചത്തിൻ്റെ സാരസംഗീതം. അത് അനുഭവിച്ചു തന്നെ അറിയണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ കുറച്ച് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, പേടിച്ചാണ്. അപ്പോഴാണ് അതിനകത്തുനിന്ന് ഈ സംഗീതം പൊങ്ങി വരുന്നത്. സംഗീതം തന്നെയാണ് ഭാഷ, സംഗീതം തന്നെയാണ് ദർശനം എന്നത് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സവിശേഷമായൊരു കൃതിയാണ്. എല്ലാവർക്കും അത് അറിയാമോ എന്നെനിക്കറിയുന്നത് 1906-ലോ 1907-ലോ ആണ് അദ്ദേഹം ഇത് എഴുതിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്
അദ്ദേഹം ഒരിടത്ത് ചെന്നു. യോഗിയായ ശ്രീനാരായണ ഗുരു ഒരിടത്ത് ചെന്നു. അവിടെ മുഴുവൻ വരൾച്ചയാണ്, വെയിലേറ്റു കൊള്ളുന്നു, എല്ലാം വാടി, മൃഗങ്ങൾ വരെ ചാവുന്നു, വെള്ളമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ജനങ്ങൾ സ്വാമിയെടുത്തും ഈ ആവലാതി പറഞ്ഞു. അത് കേട്ട് ധ്യാനിച്ചിരുന്നിട്ട് പെട്ടെന്ന് ശ്രീനാരായണ ഗുരു ഇങ്ങനെ അറിയാതെ ഉരുവിട്ടുപോയ വരികളാണ് ഈ കവിത. 5 ശ്ലോകമാണ്. പ്രകൃതി ഉൾപ്പെടുന്ന ശക്തി ശിവനും പാർവതിയും എന്നാണ് വയ്പ്. ശിവന്റെ തലമുടിയിൽ ഗംഗ ഉണ്ടെന്നാണ് സങ്കല്പം. ശിവൻ യോഗനിഷ്ഠനായിരിക്കുന്നു എന്നത് വേറൊരു സംഗതിയാണ്. അപ്പോ അർദ്ധനാരീശ്വരനായ ശിവനിൽ പ്രപഞ്ചത്തിലേക്കുള്ള സഞ്ജീവനത്തിനുള്ള ജലവും ബാക്കിയെല്ലാം ഉണ്ട്. എന്താ അവിടെ കയറിയിരിക്കുന്നത്? ഈ പാവങ്ങളുടെ കഷ്ടപ്പെടുമ്പോൾ നീ പറപ്പിച്ചു വിട്ട ആളുകളല്ലേ ഇത്? വെള്ളം ഒഴുക്കി വിട്ടുകൊടുക്ക്, എന്താ വെറുതെ ഇരിക്കുന്നത് എന്ന് ശിവനോട് ചോദിക്കുന്ന മട്ടിലാണ് ഈ പദ്യം എഴുതി. അങ്ങനെ ഇദ്ദേഹം ചമച്ചത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ, അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് മഴയുണ്ടായി പോലും അറിയില്ല. മഴയുണ്ടായി പോവും. ഈ നല്ല മനസ്സുകൾ പയ്യനെ പെയ്യും മഴയും എന്ന് തിരുക്കുറൾ അല്ലേ? തിരുക്കുറൾ തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ട്. പതിപ്രത പെയ്യ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്നാണ്. പെയ്യ എന്ന് പറഞ്ഞാൽ പെയ്യും. അതാണ് പ്രകൃതിയും നമ്മളുമായിട്ടുള്ള മനോബന്ധം. ഞാൻ ഇതാണ് ഇവിടെ എടുക്കുന്നത്. വിവേകാനന്ദരിൽ നിന്ന്, യോഗിയായ വിവേകാനന്ദരിൽ നിന്ന് യോഗിയായ ശ്രീനാരായണനിലേക്ക് വരുമ്പോൾ അവിടെയും ശ്രീനാരായണൻ പ്രകൃതിയോടും പ്രകൃതിയുടെ ശക്തിയോടും കൽപ്പിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ കാലത്തും നമുക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. വലിയ മനസ്സുകൾ പോകുന്ന വഴിയിൽ പോയാലും നമുക്ക് അന്യോന്യം ആശങ്കകൾ പുലർത്താതെയും അന്യോന്യ സംഘർഷത്തിൽപ്പെടാതെയും ലോകത്തെ സുന്ദരമാക്കി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് മുകളിൽ നിന്ന് പെയ്യേണ്ട മഴ താഴെ പെയ്താൽ താഴെ നിന്ന് കിട്ടേണ്ടുന്ന പൂജ മുകളിലോട്ട് കിട്ടും. നല്ലൊരു പാഠമാണ്. ഒരു ദൈവത്തിനുമുണ്ട് കർത്തവ്യം, മനുഷ്യനുമുണ്ട് കർത്തവ്യം, ഭരിക്കുന്നവനുമുണ്ട് കർത്തവ്യം, ഭരിക്കപ്പെടുന്നവനുമുണ്ട് കർത്തവ്യം. ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ തത്വം എന്ന് തോന്നുന്നു. അതാണ് ഈ കവിതയിൽ കൂടെ എനിക്കിത്തിരി കാണാൻ കഴിയുന്നത്. ഓരോ കവിതയും ഓരോ സംഗീതത്തിലും കൂടെ നമ്മെ അനുഭവിപ്പിച്ചാണ് ഇതൊക്കെ അറിയിക്കുന്നത്. എസ്സേ എഴുതി തന്നല്ല, ഒരു കവിതയിൽ കൂടെ അനുഭവമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു. അയ്യോ ഈ വെയിൽ കൊണ്ട്
കയ്യേടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാൻ ആരവോ. പയ്യാർന്നീ ജനം ആഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ. ഘനാമ്പു കൃപയാ ഗംഗാനദീ ധാമമേ. പയ്യാർന്ന് ഈ ജനവാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ. ഘനാമ്പു കൃപയാ ഗംഗാനദീ ധാമമേ. നാടും കാടും ഒരേ കണക്കിനു നശിച്ചിടുന്നതും നെക്കി നക്കിയിടും നീരൊഴിഞ്ഞ് നാവുകൾ മറന്നിടുന്നതും നിത്യവും തേടും ഞങ്ങളുള്ളുകൊണ്ട് നൊന്തുതിരിയും പാടും പരീക്ഷിച്ച് നിന്നീടും നായകൻ എന്തു നന്മയരുളായി വാ അർദ്ധനാരീശ്വര. തേടും ഞങ്ങളും ഉള്ളുനൊന്തു തിരിയും പാടും പരീക്ഷിച്ച് നിന്നീടും നായകൻ എന്തു നന്മയരുളായി വാ അർദ്ധനാരീശ്വര. ഊട്ടിത്തീറ്റി വളർത്തുമ്പതടിനീനാഥനും ഇപ്പോൾ ഉയിർക്കൂട്ടത്തോടൊരു കൂറുമില്ല. കഥയെന്തയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടതശേഷവും നശിച്ചിടുന്നതും കണ്ടു നീ മുട്ടിൽ തന്നെ മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ. മൂളർദ്ധനാരീശ്വര നീ മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ. മൂളർദ്ധനാരീശ്വര. മുട്ടിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ രോഗസ്ഥനായി ഒട്ടു ചുമന്നിരിക്കുന്നു എന്നാണ്. ദാരിദ്ര്യം കഴുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ. നീരില്ലാതെ നിറഞ്ഞു സങ്കടമോ നീ ഒന്നു ഓർത്തിയിലയോ. ആരുള്ളിത്ര കൃപാവൃതം ചൊരിയുവാനെന്നോർത്തിരുന്നോർ ഈ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞഴകോ. അർദ്ധനാരീശ്വര ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാൻ എന്നോർത്തിരുന്നോർ ഈ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞതഴകോ. കൂറർദ്ധനാരീശ്വര കൂറർദ്ധനാരീശ്വര. ഗീതയിൽ ആയുധരൂപത്തിലും വരാൻ ഒരുപാട് പേർ ആയുധം വരെ തയ്യാറാക്കി വെച്ച് ഗീതയ്യാൻ കാത്തിരിക്കുന്ന കാലമാണ്. പാലും മുടിയും എന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ
അതാണ് ഗുരുദേവനെ പ്രത്യേകം ഓർമ്മിച്ചു പോകുന്നത്. മുപ്പാരുക്കെയ്താമുടിഞ്ഞു മുടിയിൽ ചൊൽപ്പൊങ്ങുമപ്പും ധരിച്ച് എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നീടുന്നു നീ എന്തോ. മുപ്പാരൊക്കെയ്താമുടിഞ്ഞു മുടിയിൽ സ്വൽപ്പൊങ്ങുമപ്പും ധരിച്ച് എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നീടുന്നു നീ എന്തോ. ഇപ്പാരാരിനിയാൾ ഇപ്പരിഷയിന്നാരോടുരയ്ക്കുന്നു നിൻ തൃപ്പാദത്തണലെന്നിയേ തുണ നമുക്കാര് അർദ്ധനാരീശ്വര. പരിസ്ഥിതി വികാരങ്ങൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് അഭിനയകാലത്ത് ഈ യോഗി ഇങ്ങനെ ഈ മണ്ണ് നന്നാക്കുന്നതിനെ കുറിച്ച് എല്ലാവരും രക്ഷിക്കുന്നതിനെ കുറിച്ച് പ്രപഞ്ചശക്തികളോട് പ്രാർത്ഥിക്കുന്നു എന്നത് നമുക്ക് വിസ്മയമാണ്. ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തിച്ച ഒരാളുകൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. ഇനി എന്താണ് ചിത്രവിത്തൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള പുറത്താണ്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ചോദ്യം അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാം. എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരാളെ ശേഷിയില്ല. സംഗീതജ്ഞാനം ഉണ്ടായിരുന്നു പൂർണ്ണമായ തെളിവുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ദൈവസ്വരവും മാപ്പൂമത്തെ ശിക്ഷണവും ഒക്കെ വളരെ സംഗീതാത്മകമായിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പാടി ചൊല്ലി വരുത്തുന്നതാണ് കേട്ടിട്ടുള്ളത്. ചെറിയ അറിവാണ്. അതുപോലെ തന്നെ കുണ്ടലിനി പാട്ട് അതെ, ഞാൻ പറഞ്ഞത് താങ്കൾ പറയുമ്പോൾ ശരിയാണ്. അദ്ദേഹം പാടുമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ആ കവിത മുഴുവൻ സംഗീതമാണ്. അത് മതി അല്ലേ? അതെ, അറിയാം. ഞങ്ങളൊക്കെ ഒരുപാട് അത് പാടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ആ ശരി, വേറെ ആരെങ്കിലും ഉണ്ടോ? സാർ, ചോദിക്കാനല്ല, ഒരു കവിത ചോദിച്ചു വാങ്ങാനാണ്. ആത്മരഹസ്യം എന്നുള്ള കവിത എൻ്റെ മകൾക്ക് താരാട്ട് പാടി ഉറക്കാറുള്ള കവിതയാണ്. ആത്മരഹസ്യം സാറിന്റെ കവിതയല്ല, സാറ് പാടിയ ഏറ്റവും റൊമാൻറ്റിക് ആയുള്ള ശബ്ദത്തിൽ പാടിയ കവിത അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതില് കൽപ്പാന്ത കാലം വന്ന് എന്ന് തുടങ്ങുന്ന അവസാന വരികൾ സാറിന്റെ നേരിട്ടൊന്ന് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴ് ആഗ്രഹം എനിക്കുമുണ്ട്, പക്ഷെ കവിത കയ്യിലില്ല, ക്ഷമിക്കണം. എൻ്റെ ക്ഷീണമായ ഓർമ്മകളാണ് ഇപ്പോൾ. കാലം പോയി. പിന്നെ ഒരു കാര്യം പറയാം, എനിക്കിതൊക്കെ ഇഷ്ടമാണ് ചൊല്ലിക്കൊണ്ട് നിൽക്കാൻ. അതിൽ എന്നെ പുറത്താക്കാൻ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഒരു വലിയ ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങാം. ഇപ്പം എത്രയായി സമയം? 6 10 മിനിറ്റ്. പിന്നെ 6:10 5:10 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആ ശരി. പിന്നെ
ഇവിടെ ഒരു പ്രത്യേക നിർദ്ദേശം ഒരുപാട് സ്ഥലത്തു നിന്ന് വന്നു. എൻ്റേതായൊരു കവിതയില്ല. അപ്പൊ അത് ഇവിടെ അതാണ് കൊണ്ട് തന്നത്. അത് ചൊല്ലി ഞാൻ നിർത്താം. എൻ്റെ പ്രീഡിഗ്രിക്ക് എൻ്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന പഠിക്കുകയും അന്ന് തന്നെ എന്നോട് സൈഗാളിനെ കുറിച്ച് വിശാലമായി സംസാരിക്കുന്നത് ഒരു ശശീന്ദ്രൻ അങ്ങേറ്റം എഴുതിക്കൊണ്ട്. ശശീന്ദ്രൻ ഭയങ്കര ഇന്നും അദ്ദേഹം എന്നെ മറന്നിട്ടില്ല. അത് എൻ്റെ ഒരു പുണ്യം. കവിത ചൊല്ലാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ള ആളുമാണ് ശ്രീ ശശീന്ദ്രൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആളുകൾ എന്നോട് ചൊല്ലണമെന്ന് നിർബന്ധപൂർവ്വം കൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കവിത എടുക്കുന്നത്. ചില ഭാഗങ്ങൾ മുറിച്ച് ഒതുക്കി ചൊല്ലാം.